ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. കുറച്ച് നാളുകളായിട്ട് മാർക്കറ്റ് അതിശക്തമായിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് മുകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. എന്നാൽ മാർക്കറ്റ് ഇടിയാനായിട്ട് കാത്തിരുന്ന, പുതിയതായിട്ട് നിക്ഷേപം നടത്താനായിട്ട് കാത്തിരുന്ന ആളുകൾക്ക് മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിലൊരു കറക്ഷൻ നൽകി. BSE ലിസ്റ്റഡ് കമ്പനീസ് 6 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് ഇന്ന് ഒരു സിംഗിൾ ഡേ കൊണ്ട് വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട്. സെൻസെക്സ് 1000 പോയിൻറ്റും ബാങ്ക് നിഫ്റ്റി 900 പോയിൻറ്റും ഫിൻ നിഫ്റ്റിയും എസ്പെഷ്യലി ഫിനാൻഷ്യൽ സെക്ടറിലും ബാങ്കിങ് സെക്ടറിലും കൂടാതെ തന്നെ ഗവൺമെൻറ് ഫ്യൂൽ പ്രൈസ് കുറയ്ക്കുമെന്നുള്ള കാരണം കൊണ്ട് ഫ്യൂൽ കമ്പനീസും SBIനെ ഡൗൺഗ്രേഡ് ചെയ്ത കാരണം കൊണ്ട് SBI ഉൾപ്പെടെയുള്ള കമ്പനീസിൽ വലിയ തോതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്ന ഒരു ദിവസമാണെന്ന്. നമുക്ക് നേരെ നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ആദ്യം ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇന്നലത്തെ ആ ഒരു ക്ലോസ് 25,151 ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്നൊരു ശക്തമായ ഒരു ഫോള് ഒരേ ഡയറക്ഷനിലേക്ക് ഫോളോ ചെയ്തു. 24,868 വീണ്ടും മാർക്കറ്റ് തിരിച്ചു കയറി. 24,950 വീണ്ടും ഇടിഞ്ഞു. 24,868 മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് FIs ബൈയിങ് ആയിരുന്നു. എന്നാൽ ഇന്നലെ FIs സെല്ല് ചെയ്തു. പ്രധാനമായിട്ടും US മാർക്കറ്റിൽ നിന്ന് വന്ന ആ ഒരു ഡേറ്റ, PMI ഡേറ്റ, അതിനുശേഷം ജോബ് ഡേറ്റ, ഇന്നും വീണ്ടും US മാർക്കറ്റിൽ നിന്ന് നോൺ ഫാം പേറോൾ ഡേറ്റ. അപ്പോൾ ഇത്തരം ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ അവഗണിച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് ഒരേ ഡയറക്ഷനിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് എപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലോബൽ ഈവൻറ്റുകളുടെ ഒരു പ്രസക്തി ഉള്ളത്. ആളുകൾ ചോദിക്കാറുണ്ട്, US മാർക്കറ്റ് ഇടിയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇടിയും, എന്നാൽ പിന്നെ US മാർക്കറ്റ് നോക്കിയാൽ പോരെയെന്ന്. മദർ മാർക്കറ്റിന് അനുസരിച്ചാണ് എൻറ്റയർ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. ലോക്കൽ ക്യൂസുകളും ഗ്ലോബൽ ക്യൂസുകളും എല്ലാം തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് കാശുണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം പരിപാടിയല്ലല്ലോ. നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്പോർട്സ് പേജാണ് കൂടുതൽ നോക്കാൻ താല്പര്യമുള്ള ഒരാൾ ആണെങ്കിൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ബിസിനസ് കോളായിരിക്കണം കൂടുതൽ നോക്കേണ്ടത്. നമ്മളുടെ എൻറ്റയർ ലൈഫ് സ്റ്റൈലിൽ ആ തരത്തിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. ഇനി അതിലേക്ക് നമുക്ക് വിശദമായിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ FTSE, CAC 40, DAX, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ റെഡിലാണ്. ഡോ ഫ്യൂച്ചറും റെഡിലാണ്. ജപ്പാൻ മാർക്കറ്റ് വലിയ തോതിലൊന്നും ഇടിഞ്ഞില്ല. ചെറിയ ഇടിവാണ് ഏഷ്യൻ മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളൂ. ഏഷ്യൻ മാർക്കറ്റ് ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ഇന്ത്യൻ മാർക്കറ്റാണ്. കൊറിയയും ചൈനയെല്ലാം തന്നെ സ്ലൈറ്റ്ലി ഇടിഞ്ഞു. ഓസ്ട്രേലിയ പോസിറ്റീവായിരുന്നു. ഗോൾഡ് $2,519 ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത്. ബ്രന്റ് ഓയിൽ $72, ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $56,000 ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. ഇന്ന് നിഫ്റ്റിയിൽ ഏഷ്യൻ പെയിൻറ്റും ബജാജ് ഫിനാൻസും JSW സ്റ്റീലും ഡിവിസ് ലാബും LNT മൈൻട്രിയും എന്നാൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് SBI 4%, BPCL, ICC ബാങ്ക്, NTPC, HCL ടെക് തുടങ്ങിയ കമ്പനീസാണ്. ഇനി പ്രധാന മാർക്കറ്റിലുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ വോഡാഫോൺ ഐഡിയയെയും ഇൻഡസ് ടവറിനെയും ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന US പ്രധാന റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. അതുപോലെ ബജാജ് ഫിൻസർവ് നേട്ടം കൈവരിച്ചു. ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും ഹീറോ മോട്ടോ കോർപ്പും നേട്ടം കൈവരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ സ്ട്രൈഡസ് ഫാർമ അവരുടെ ഒരു പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കൊടുത്തു. അതുകൊണ്ട് തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. വിടെക് വബാഗ് കമ്പനിക്കും ഒരു 2,700 കോടി രൂപയുടെ ഓർഡർ സൗദി അറേബ്യയിൽ നിന്ന് ലഭിച്ചു. ഇൻഡിഗോയിൽ ഒരു ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇൻഡിഗോ ഫോളോ ആയിട്ടുണ്ട്. ആ ന്യൂസുകളെല്ലാം തന്നെ നമ്മൾ ഒട്ടുമിക്ക ന്യൂസുകളും നമ്മൾ പരമാവധി കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ടാണ് അവിടുത്തെ നോൺ ഫാം പേറോൾ ഡേറ്റ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് അവിടെ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ വന്നിട്ടുള്ളത്. അതിന് മുമ്പായിരുന്നു PMI ഡേറ്റ വന്നിട്ടുള്ളത്. ഇതെല്ലാം തന്നെ അനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നിന്നിരുന്നത് 25,250 എന്ന നിലയിലാണ്. ഇനി നിഫ്റ്റിക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് FIസിൻ്റെ ആക്ടിവിറ്റീസ് കൂടി തീരും. അപ്പോൾ FIs ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ ചെയ്യണമെങ്കിൽ അവിടുത്തെ എക്കണോമിക് ഡേറ്റാസ് എല്ലാം തന്നെ കംഫർട്ടബിൾ ആവണം. ഇന്ത്യയിലെ എക്കണോമിക് ഡേറ്റ കംഫർട്ടബിൾ ആണ് അൺലെസ് ഏറ്റവും റീസെൻ്റായിട്ട് ഇന്ത്യയുടെ GDP ഡേറ്റേനെ സ്ലൈറ്റ്ലി ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ഡേറ്റയും തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ആണ് നമുക്കുള്ളത്. എന്നാൽ US അതല്ല സ്ഥിതി.
ചില സമയത്ത് പറയും അവിടെ മാന്ദ്യ സാധ്യതകളുണ്ട് എന്ന് അവിടെ അനലിസ്റ്റുകൾ പറയും. അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന കുറേ എക്കണോമിക് ഡേറ്റ വരും. ചില സമയത്ത് പറയും പ്രശ്നങ്ങളൊന്നുമില്ല, റേറ്റ് കട്ട് ഉണ്ടാകും. ജെറോം പവൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന കുറച്ച് ഡേറ്റാസ് എല്ലാം തന്നെ വരും. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ പോക്ക്. അപ്പോൾ ഇന്നെന്തായാലും സെൻസെക്സിൽ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിരുന്നു. സെൻസെക്സിൽ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 1000 പോയിൻ്റാണ് സെൻസെക്സ് ഫോളോ ആയിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റി ഒരു 200 പോയിൻ്റ് ഇടിയും എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ സെൻസെക്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തത്. അത് തന്നെയാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. 1000 പോയിൻ്റാണ് സെൻസെക്സ് ഫോളോ ആയിട്ടുള്ളത്. അത്രയ്ക്കൊന്നും ആളുകൾ പുട്ട് സൈഡിലൊന്നും വെക്കാറില്ല. സെൻസെക്സിൻ്റെ പ്രീമിയം ഓൾമോസ്റ്റ് 3-4 ടൈംസ് സ്പൈക്ക് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഏഷ്യൻ സെല്ലിൽ നിന്ന് ഇത്ര വലിയൊരു ഫോളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റിനൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. ദീപാവലിയൊക്കെ മുൻനിർത്തി ഏഷ്യൻ പെയിൻറ്റിൽ ബൈയിങ്ങും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഐ ടി സെക്ടറിൽ നിന്ന് L&T മൈൻട്രി ഫോളോ ആവാതെ പിടിച്ചു നിന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം വിപ്രോ ശക്തമായിട്ടുള്ളൊരു ഇടിവുണ്ടായിട്ടുണ്ട്. മിക്സഡ് ആയിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. ഓരോരോ മ്യൂച്വൽ ഫണ്ട് കമ്പനീസും സെക്ടർ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സെക്ടറിന് പ്രാതിനിധ്യം കൊടുത്തുള്ള രീതിയിലായിരിക്കും പോവുക. അപ്പോൾ അതൊക്കെ ക്ലീനായിട്ട് വാച്ച് ചെയ്ത് നമ്മൾ ഫൈറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും മാർക്കറ്റിൽ ഉണ്ടാവും. അതിനെ മറികടന്നിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും എല്ലാം തന്നെ ഇവിടെ ചെയ്യാനായിട്ട്. ട്രേഡിങ് ഒരു ഈസി ജോബോ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല. വളരെയധികം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എൻറ്റയർ ലൈഫ് സ്റ്റൈൽ നമ്മുടെ മാറ്റണം. മാറ്റണം എന്ന് പറഞ്ഞാൽ അടിമുടി മാറ്റണം എന്നല്ല. നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഫിനാൻസ് ഉൾപ്പെടുത്തണം. കാണുന്ന യൂട്യൂബ് കൂടുതൽ ഫിനാൻസ് ഉൾപ്പെടുത്തണം. നമ്മളുടെ സർക്കിളിൽ കൂടുതൽ ആ ഒരു സർക്കിളായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുള്ളൂ. ഒരു ഫുൾ ടൈം ട്രേഡ് ചെയ്യുന്ന ഒരാളുടെ ഒരു ഫിനാൻഷ്യൽ സർക്കിൾ ഇല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട് സർക്കിളിലൂടെയൊക്കെ നമുക്ക് അറിയുമില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മിസ്സായിപ്പോവും. അതിനർത്ഥം നമ്മൾ ചറപറ എന്ന് ഗ്രൂപ്പുകളിലൊന്നും തന്നെ ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ നമുക്ക് ടൈം വേസ്റ്റാണ്. നമ്മളെ ഗൈഡ് ചെയ്യുന്ന, നമുക്ക് കുറച്ച് ന്യൂസുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് കോൺടാക്റ്റുകളും കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ എനിവേ നാളെ വിശദമായിട്ട് വേറൊരു ടോപ്പിക്കായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നല്ലൊരു വീക്കെൻഡ് ദിനം നേരുന്നു. താങ്ക് യു ആൾ.